അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ മുന്തിരിയെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അല്ലാഹു ഈ അത്ഭുതകരമായ പഴത്തിൽ എന്തൊക്കെ രഹസ്യങ്ങളാണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? കറുപ്പ്, ചുമപ്പ്, പച്ച ഇവയിൽ ഏതു മുന്തിരിയാണ് കൂടുതൽ ഗുണകരം? മുന്തിരി ജ്യൂസ് 3 ദിവസത്തിൽ കൂടുതൽ സൂക്ഷിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനു വിലക്കി? ആരൊക്കെയാണ് മുന്തിരി കഴിക്കുന്നത് ഒഴിവാക്കേണ്ടത്? ഇന്ന് നമ്മൾ മുന്തിരിയെക്കുറിച്ചുള്ള അത്ഭുതകരവും ഗുണകരവുമായ ചില കാര്യങ്ങളാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ പ്രതീകമായും സ്വർഗത്തിലെ പ്രധാന പഴങ്ങളിൽ ഒന്നായും മുന്തിരിയെ പരാമർശിക്കുന്നു. അറബിയിൽ ഇനബ് എന്നാണ് മുന്തിരിക്ക് പറയുന്നത്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം വൈറ്റിസ് വിനിഫറ എന്നാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുന്തിരി ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയാണ്. മുസ്ലിം രാജ്യങ്ങളിൽ തുർക്കിയുമാണ് മുന്നിൽ. അല്ലാഹു ഖുർആനിൽ പലയിടത്തും മുന്തിരിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഉദാഹരണത്തിന്, അങ്ങനെ അതുമുഖേന നാം നിങ്ങൾക്ക് ഈന്തപ്പനകളുടെയും മുന്തിരിവള്ളികളുടെയും തോട്ടങ്ങൾ വളർത്തിത്തന്നു. ഇത് സൂറത്തുൽ മുഅ്മിനൂനിലെ വചനങ്ങളാണ്. മറ്റൊരു വചനത്തിൽ ചോദിക്കുന്നു, നിങ്ങളിൽ ആരെങ്കിലും ആഗ്രഹിക്കുമോ തനിക്ക് ഈന്തപ്പനകളുടെയും മുന്തിരിവള്ളികളുടെയും ഒരു തോട്ടമുണ്ടായിരിക്കുകയും അതിന് താഴെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുകയും? ഇത് സൂറത്തുൽ ബഖറയിലെ വചനങ്ങളാണ്. ആരോഗ്യം നിലനിർത്താനും ശരീരത്തിന് ഊർജം നൽകാനും സഹായിക്കുന്ന വളരെ ഗുണകരമായ ഒരു പഴമാണ് മുന്തിരിയെന്ന് ഈ വചനങ്ങളിലൂടെ അല്ലാഹു സൂചിപ്പിക്കുന്നു. മുന്തിരി, കാരക്ക അല്ലെങ്കിൽ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കുതിർത്തുണ്ടാക്കുന്ന പാനീയത്തെയാണ് നബീദ് എന്ന് പറയുന്നത്. മുന്തിരി ജ്യൂസ് 3 ദിവസത്തിൽ കൂടുതൽ സൂക്ഷിക്കുന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. കാരണം 3 ദിവസത്തിന് ശേഷം അത് പുളിക്കാനും ലഹരിയായി മാറാനും സാധ്യതയുണ്ട്. നിങ്ങൾ നബീദ് തയ്യാറാക്കുക, എന്നാൽ 3 ദിവസത്തിൽ കൂടുതൽ അത് സൂക്ഷിക്കരുത്. ഇത് സ്വഹീഹ് മുസ്ലിമിൽ കാണാം. ലഹരിയായി മാറിയാൽ അത് ഉപേക്ഷിക്കണമെന്നും ഹദീസുകളിൽ കാണാം. ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ ഇത് പോഷകസമൃദ്ധമായ ഹലാൽ പാനീയമാണ്. എന്നാൽ 3-ാം ദിവസത്തിന് ശേഷം ഇതിൽ മദ്യത്തിൻ്റെ അംശമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അത് കുടിക്കുന്നത് നിഷിദ്ധമാണ്. മുന്തിരിയുടെ ആരോഗ്യ ഗുണങ്ങൾ നോക്കിയാൽ ശരീരത്തെ ശക്തിപ്പെടുത്താനും കേടുപാടുകൾ തീർക്കാനും പല രോഗങ്ങളെയും തടയാനും മുന്തിരിക്ക് കഴിവുണ്ട്. വിറ്റമിനുകൾ, പൊട്ടാഷ്യം, കാൽഷ്യം, അയൺ, മാഗ്നീഷ്യം എന്നിവയാൽ സമ്പുഷ്ടമാണിത്. ദഹനക്കുറവ്, മലബന്ധം, പൈൽസ്, കിഡ്നി സ്റ്റോൺ തുടങ്ങിയവയ്ക്ക് ഇത് ഉത്തമമാണ്. പതിവായി മുന്തിരി കഴിക്കുന്നത് കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും ഹൃദയത്തിൻ്റെയും രക്തക്കുഴലുകളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. ഇതിലെ പൊട്ടാസ്യം BP നിയന്ത്രിക്കുന്നു. ഇരുമ്പ് ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. നാരുകൾ ധാരാളമുള്ളതിനാൽ മലബന്ധം ഒഴിവാക്കാൻ മുന്തിരി നല്ലതാണ്. ഇതിലെ ആൻറ്റി ഓക്സിഡന്റുകൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും അണുബാധകളെ തടയുകയും ചെയ്യുന്നു. വായുടെയും പല്ലിൻ്റെയും ആരോഗ്യത്തിനും ഇത് നല്ലതാണ്. ഏതു മുന്തിരിയാണ് കൂടുതൽ നല്ലത്? ചുവന്നു മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തങ്ങൾ ശക്തമായ ആൻറ്റി ഓക്സിഡന്റുകളായി പ്രവർത്തിക്കുന്നു. ഇത് ചർമ്മത്തിൻ്റെ യുവത്വം നിലനിർത്താനും അലർജി കുറയ്ക്കാനും സന്ധിവേദന തടയാനും സഹായിക്കുന്നു. കറുത്ത മുന്തിരിയിൽ വിറ്റാമിൻ B, E, C എന്നിവ ധാരാളമുണ്ട്. പ്രമേഹം മൂലമുള്ള നാഡീസംബന്ധമായ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. പച്ചമുന്തിരിയിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ നല്ലൊരു ഉറവിടമാണ്. എന്നാൽ ചുവപ്പും കറുപ്പും മുന്തിരിയെ അപേക്ഷിച്ച് ഇതിൽ ആൻറ്റി ഓക്സിഡന്റുകൾ കുറവാണ്. അതിനാൽ ചുവപ്പോ കറുപ്പോ മുന്തിരിയാണ് കൂടുതൽ ഉത്തമം. ഇനി ഉണക്കമുന്തിരിയും മുന്തിരിക്കുരു നോക്കിയാൽ, ഉണക്കമുന്തിരിയിൽ സാധാരണ മുന്തിരിയേക്കാൾ 3 ഇരട്ടി ആൻറ്റി ഓക്സിഡന്റുകൾ ഉണക്കമുന്തിരിയിലുണ്ട്. ഇത് ക്യാൻസർ പോലുള്ള രോഗങ്ങളെ തടയാൻ സഹായിക്കും. ശ്രദ്ധിക്കുക, ഇതിൽ കലോറിയും പഞ്ചസാരയും കൂടുതലായതിനാൽ പ്രമേഹ രോഗികളും അമിതവണ്ണമുള്ളവരും ഉണക്കമുന്തിരി മിതമായി മാത്രം ഉപയോഗിക്കുക. ഭാരം കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്കും കായിക താരങ്ങൾക്കും ഇത് മികച്ചതാണ്. അതുപോലെ നാം പലപ്പോഴും തുപ്പിക്കളയുന്ന മുന്തിരിക്കുരുവിന് അത്ഭുതകരമായ ഗുണങ്ങളുണ്ട്. ഇത് പ്രായമാകുന്നത് തടയുന്നു, രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു, വെരിക്കോസ് വെയിൻ പോലുള്ള പ്രശ്നങ്ങൾ തടയാൻ സഹായിക്കുന്നു. മുന്തിരിയുടെ ഈ അത്ഭുതകരമായ അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.